ഹേ ഹലോ വെൽക്കം ബാക്ക് ടു യൂണിക് ടൈലറിങ്. അപ്പോൾ ഞാൻ ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഒരു സാരി കൊണ്ടാണ്. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് ഇത് എങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെയാക്കി തീർത്തതെന്നുള്ള വീഡിയോ ആണ് ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള അളവ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുള്ള വീഡിയോ അല്ല. അത് ഞാൻ ഫസ്റ്റ് തന്നെ മെൻഷൻ ചെയ്യാം. പിന്നെ പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇത്ര ക്ലാരിറ്റി കുറവുള്ളത്. ഇപ്പോൾ ഞാൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീനെക്കിലൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം ബോർഡ് ഞാൻ സ്ലീവിലും അതുപോലെ തന്നെ ബോട്ടത്തിലും വെച്ചിട്ടുണ്ട്. ഇതിനായി നമ്മൾ ഫസ്റ്റ് ഞാൻ ഈ സാരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ ബോർഡറിങ് കട്ട് ചെയ്ത് മാറ്റി. കട്ട് ചെയ്ത് നോക്കി ഞാൻ അമ്മേനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബോർഡറൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. ദെൻ ഞാനതിൽ ആം ഹോള് മാർക്ക് ചെയ്തു. ഹോൾ മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നെക്കിൽ ഇപ്പോഴത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന വീനക്കാണ് ഇതിനെ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ താഴ്ഭാഗത്തായിട്ട് സാധാരണ ഞാൻ നെക്കിനെ വെക്കുന്നതിനേക്കാളും കുറച്ച് ലെങ്ത്ത് കൂട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് മുകളിൽ നിങ്ങൾക്ക് എത്രയാണോ നെക്കിൻ്റെ ബ്രെഡ്ത്ത് വേണ്ടത് അതിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വി ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ അളവ് കാര്യങ്ങളൊക്കെ, അതായത് ഷേപ്പൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് പോലെ തന്നെ നമ്മൾ ബോട്ടവും മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടവും മാർക്ക് ചെയ്തിട്ട് ഇതെല്ലാം ഒരു സിംഗിൾ ലൈനായിട്ട് ജോയിൻറ്റ് ചെയ്യിപ്പിച്ചു. ജോയിൻറ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ തയ്യൽ തുമ്പായിട്ട് ഒരു 1 ഇഞ്ച് വീതം ഡിസ്റ്റൻസ് ഇട്ടിട്ട് വീണ്ടും ഒരു ഇത് വരച്ചു. അതിലൂടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തതൊക്കെ. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യുന്നതാണ്. ഇത് കുറേ നാളായിട്ടിരിക്കുന്ന ഒരു പഴയ സാരി ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഇതൊന്ന് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്നും കൂടെ വിചാരിച്ചത്. ഇനി ഷേപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിൽ നെക്ക് ഒരു 1/2 ഇഞ്ച് ലെങ്ത്തിൽ ഒരു റൗണ്ട് കട്ടാക്കിയിട്ട് ഫ്രണ്ടിൽ വി ഷേപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡറും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഷോൾഡറിങ്ങനെ രണ്ടാക്കി, എന്നിട്ട് ഒരു 1/2 ഇഞ്ച് താഴ്ഭാഗത്തേക്ക് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് സ്ലീവ്സാണ്. സ്ലീവ് ഞാനൊരു പഫ് സ്ലീവ് വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പഫ് സ്ലീവിന് വേണ്ടി ഞങ്ങൾ വെട്ടുമൊക്കെ ചെയ്തിരുന്നു. ദെൻ ഇനി ലൈനിങ്ങിൽ നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് ഞാനൊരു ക്രേപ്പിൻ്റെ ടൈപ്പ് തുണിയാണ് കേട്ടോ എടുക്കുന്നത്. ദെൻ അത് മാറ്റി വെച്ച് നമ്മൾ അതിനുശേഷം ലൈനിങ്ങിലേക്ക് നമ്മുടെ ഈ വി ഷേപ്പ് ഫസ്റ്റത്തെ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് വി ഷേപ്പ് നല്ല ഭാഗം ഉൾവശത്തേക്ക് ലൈനിങ്ങിനോട് ചേർത്ത് വെക്കുക. അതായത് ടോപ്പിൻ്റെ നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ വി ഷേപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ കണ്ടില്ലേ. എന്നിട്ട് ഞാനൊന്ന് അയൺ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പീസും അയൺ ചെയ്ത് വെച്ചു. ഇനി ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷമുള്ളതാണ് ഇത്. എന്താണ് ഈ കൊച്ചിൻ്റെ കയ്യിലൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ പച്ച നെയിൽ പോളിഷ് കണ്ടപ്പോൾ അത് ഇട്ട് നോക്കിയതാണ്. പക്ഷെ അത് മായ്ച്ച് കളയാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ നെക്കിന് വെക്കേണ്ട ബോർഡ് സെറ്റാക്കാൻ പോവുകയാണ്. ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊരു സെറ്റിൻ്റെ പീസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ദെൻ ഇത് ഈ നെക്കിൻ്റെ താഴെ പോർഷൻ തുടങ്ങുന്ന ഭാഗത്ത് അതിൻ്റെ അറ്റം വെച്ചിട്ട് ഇങ്ങനെ തയ്യൽ തുമ്പ് ഉള്ള ഭാഗം ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ അത് ചുറ്റിയെടുക്കുക, താഴ്ഭാഗം വരെ ഉള്ളത് എടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ളത് മാത്രമല്ല, നമ്മൾ ഓരോ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ചാനലിൽ ഷെയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ കണ്ടോ, അടിയിലേക്ക് വെച്ച ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഈ പീസ് ഇങ്ങനെയുള്ള ബോർഡ് നമുക്ക് വേണമെന്നറിയാം. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക, സൈഡ് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് പഫ് സ്ലീവാണ് ഞാൻ ആദ്യം വെച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, പഫ് സ്ലീവ് ഇങ്ങനെ ആദ്യം നമ്മൾ പഫാക്കി കൊടുത്ത് വെക്കുകയൊക്കെ ചെയ്തു. ഇത് ഞാൻ വെറുതെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് സംഭവം. ഞാൻ ഇതല്ല ചെയ്തത്. ഞാൻ ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഇട്ട് നോക്കിയപ്പോൾ അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല. സോ ഇത് മാറ്റി ഞാൻ നോർമൽ സ്ലീവ് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് വീഡിയോ എടുത്തതുകൊണ്ട് മാത്രം ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ഈ സ്ലീവ് ഷോൾഡറിൽ ജോയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്താക്കിയിട്ടുണ്ട്, ബോർഡ് ഈ സ്ലീവിൻ്റെ ബോട്ടത്തിലായിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, അത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റേതാണിത്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ബോട്ടത്തിൽ, അതുപോലെ തന്നെ ഈ ടോപ്പിൻ്റെ ബോട്ടത്തിൽ നമ്മൾ ഈ ബോർഡ് ഒരു സ്റ്റിച്ച് ചേർത്തിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ സ്ലീവും നെക്കും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ വർക്ക്. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഷേപ്പിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, ഞാനൊന്ന് ഫസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, കാരണം ഇത് സ്ലിപ്പായിട്ട് പോകുന്നത് കൊണ്ട്.
വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഒന്നും കൂടെ നമ്മൾ കറക്റ്റ് ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് 2 ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഏറ്റവും അടിയിലായിട്ട് ബോർഡറും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ഫസ്റ്റ് വീഡിയോൻ്റെ ഇൻട്രോയിൽ കാണിച്ചിരുന്നു. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ മുടി കാണാതിരിക്കാൻ വേണ്ടി മുടി ടൈപ്പ് ചെയ്തിട്ടും ഇങ്ങനെയൊന്ന് വീഡിയോ എടുത്ത് നോക്കി കേട്ടോ. നമ്മുടെ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്ലീവിൻ്റെ ബോട്ടത്തിലായിട്ട് വെച്ചിരുന്നു ബോർഡ്. അതുപോലെ തന്നെ നെക്കിൽ വെച്ചിരിക്കുന്ന അതേ ബോർഡ് തന്നെയാണ് സ്ലീവിലും പിന്നെ ടോപ്പിൻ്റെ ബോട്ടത്തിലും വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്രയും ടൈം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ദിസ്. ബിക്കോസ് എനിക്ക് തന്നെ അറിയുന്നത് നല്ല ബോറാണെന്നുള്ളത് എൻ്റെ സംസാരം. അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ ഗായ്സ്.